സാമ്പത്തികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളിലും ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവമേ, പ്രതികൂല സാഹചര്യങ്ങളിലും മനസാന്നിധ്യം കൈവിടാതെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവത്തിലേക്ക് ഞങ്ങളെ അയപ്പിക്കുന്ന ദൈവമേ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അവന്റെ വാക്കുകൾ സൗഹൃദത്തോടും അവന്റെ പ്രാർത്ഥനയിൽ സ്തുതിയോടുകൂടെ വരുവിൻ. അവൻ സ്തോത്രം ചെയ്ത അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഞങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളെയും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾക്ക് പുതിയ ഹൃദയത്തെയും പുതിയ ഒരാത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവിൻ. എന്റെ ദൈവമായ യഹോവയിലേക്ക് തിരിഞ്ഞ് നീ നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനിത് നിന്നോട് ആജ്ഞാപിക്കുന്നതുപോലൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സറിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും ചെയ്യാം. അഞ്ചാമത്തെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കൂടെ നടക്കാം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഞങ്ങൾ വരുത്തിയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവവചനം പഠിപ്പിക്കുന്നതിലും തലമുറകളിലേക്ക് കൈമാറുന്നതിലും വന്നുപോയ കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് തന്ന പ്രകൃതിയെ സംരക്ഷിക്കാതിരുന്നതും അതിനാൽ ഇന്ന് ഞങ്ങളുടെ എല്ലാ പ്രകൃതികളോ പ്രത്യേക കോവിഡ് എന്ന ഈ മഹാമാരിയെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മനുഷ്യരായ നമ്മൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് തന്നെ വിലയായി തീരുന്നത് ഓർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടായി സകല പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വിളിച്ച് നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിക്കണമേ. ആമേൻ. സത്യമായി ക്രിസ്തുവിലൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വഴിയും കേൾക്കുന്നു. നാം പാപസംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പെടാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞങ്ങൾ ഒരു പ്രകാരത്തിലും തള്ളിക്കളയുകയുമില്ല. നിങ്ങളുടെ പാപം ഇനി ഞാൻ ഓർക്കുകയില്ല. ഇപ്പോൾ സഭയ്ക്ക് എഴുന്നേൽക്കുന്ന ക്രിസ്തീയ ആരാധന പാട്ടുപുസ്തകത്തെ 147 ഗീതം നമുക്ക് പാടി പ്രസ്തുതിക്കാം. 147. Ah
ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന ഏവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. വായിക്കാനായി എടുക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിലേക്ക് എഴുതുന്നു. സംഖ്യാപുസ്തകം 27 അധ്യായം 1 മുതൽ 11 വരെ. അനന്തരം ജോസഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബത്തിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഫെരത്തിന്റെ മകനായ സെലോഫഹാദിന്റെ പുത്രന്മാർ അടുത്തു വന്നു. അവന്റെ പുത്രന്മാർ മഗ്ല, നോവ, തെബ്രോ, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയെയും ഏലസത്തിന്റെയും പ്രഭുക്കന്മാരെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരത്തിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അവൻ സ്വന്തം ഭാവത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായതുകൊണ്ട് അവന്റെ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത് സെലോഫഹാദിന്റെ പുത്രന്മാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മക്കൾക്ക് കൊടുക്കണം. അവന്റെ മകൻ ഇല്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ സഹോദരന്മാരില്ലാതിരുന്നാൽ അവന്റെ അവകാശം അവന്റെ അപ്പന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന്റെ അപ്പന്റെ സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരന് അവന്റെ അവകാശം കൊടുക്കണം. അവനത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണമായിരിക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. ഈ വായിച്ചേറ്റത്തിൽ നിങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 16-ാം അധ്യായം 11 മുതൽ 15 വരെ വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 11 മുതൽ 15 വരെ വാക്യങ്ങളിലേക്ക്. അങ്ങനെ ഞങ്ങൾ തോമസിൽ നിന്ന് കപ്പലിലേക്കും നേരെ സിനക്രോത്തിയിലേക്കും പിറ്റേന്നാൾ നോർത്തിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറെ താമസമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥന സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവക്ക് തീർന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തരപ്പെട്ട പട്ടണക്കാരത്തെയും രക്താമരം എടുക്കുന്നവരുമായ ലുദ്രിയ എന്ന പേരുള്ള ദൈവഭക്തിയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളുടെ കുടുംബം സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ചു. ഞങ്ങളെ നിർബന്ധിച്ചു. ഈ വാഴ്ചയുടെ ദിവസങ്ങൾ അതിനകത്ത് അനുഗ്രഹിക്കട്ടെ.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ. സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുമല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടത് തന്റെ ദാസനായ ഇസ്രായേലിനെ ഉണർച്ചിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ ഉണർച്ചിരിക്കുന്നു. ഈ തിരുവചനങ്ങളെ നമ്മുടെ അപേക്ഷ. മാറ്റമില്ലാത്തവനും എല്ലാ മാറ്റങ്ങളുടെയും ദൈവമായവനെ പുരുഷന്മാരെയും സ്ത്രീകളെയും സ്വർഗരാജ്യത്തിന്റെ പങ്കാളിയാക്കുവാൻ അങ്ങ് വിളിച്ചു വരുന്നു. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും തിരിച്ചറിയുന്നത് താഴ്മയുള്ളവരായിരിക്കാൻ എല്ലാവരെയും അനുവദിക്കേണ്ടത്. മനുഷ്യവർഗത്തിന്റെ സമഗ്രമായ നന്മ ലാഭിക്കുന്നത് വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനുള്ള അവരുടെ സന്നദ്ധതയും അനുസരണത്തിന്റെ മുഖത്ത് അവരിൽ ദർശിച്ച ശക്തമായ വിശ്വാസവും സുവിശേഷത്തിന്റെ സാക്ഷികളാകുന്നതിൽ അവർ നൽകിയ നേതൃത്വവും പ്രചോദനവും ഞങ്ങൾ ഓർക്കുന്നു. ഭാവിയെ സൃഷ്ടിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്കും ചരിത്ര നിർമ്മാണത്തിൽ സ്ത്രീകളുടെ സംഭാവനകളും ഓർക്കുന്നു. സ്ത്രീകൾ ഉറപ്പായി മാറ്റത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും പ്രതിനിധികളാകാൻ അനുവദിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏക ദൈവമായി ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ സ്തുതിക്കുവാനും നമുക്ക് പറ്റുവാനും എൻ്റെ കർത്താവ് സഹായിച്ചാൽ നല്ല സമയത്തെ സ്തോത്രം ചെയ്യുന്ന പിതാവേ, നമുക്ക് ലോകത്ത് നോക്കുമ്പോൾ ഏകോപുരം പലവിധമാകുന്ന കാര്യങ്ങളും പ്രയാസങ്ങളും നാശത്തിന്റെ മക്കളേക്ക് ആയിരിക്കുമ്പോൾ നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും ആലയങ്ങളെയും എൻ്റെ കർത്താവ് കണ്ണിന് ലക്ഷ്യമായി പോലെ പൊരുന്നോ നമ്മളുടെ സ്തോത്രം ചെയ്യുന്നതാവേ. അപ്പാ പിതാവേ വിളിക്കാൻ യോഗ്യതയില്ലാത്തവരും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കാണിരിക്കുമ്പോൾ ഓരോ വിഷയങ്ങൾക്കും കർത്താവ് നിങ്ങൾക്ക് മറുപടി
തരുന്നോർക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയിലെ ഹാലേലുയ പ്രത്യേകിച്ച് നമ്മുടെ പുരോഗമന ദൈവത്തിന്റെ കരത്തിലേൽപ്പിക്കുന്നു. ആ കുടുംബത്തിലേക്കും ഹാലേലുയ തലമുറയായി അനുഗ്രഹിക്കാൻ പറ്റുന്ന കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ അതുപോലെ കർത്താവെ നമ്മുടെ ഓരോ ആലോചന പ്രകാരം ഈ സഭയ്ക്ക് കർത്താവെ ഹാലേലുയ ചെറിയ കൂട്ടമാണ് കർത്താവിന്റെ ഫലം ആ ഒരു വലിയ കൂട്ടത്തിന്റെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ പിന്നെ നമ്മളോട് കരുണ കൊടുക്കുന്നതുപോലെ കർത്താവെ നമ്മളോട് ഇങ്ങനെ കരുണ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതുപോലെ ഇതുപോലെ പ്രായം കഴിഞ്ഞിരുന്ന ഹാലേലുയ പെൺമക്കളുണ്ടല്ലോ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഇതുവരെ ഓർക്കുകയാണ് സ്തോത്രം ചെയ്തു. അപ്പൊ അവരുടെ പാഠങ്ങളും പ്രയാസങ്ങളൊക്കെയും കുടുംബത്തിലെ അവസ്ഥകളൊക്കെയും കർത്താവ് പറയുന്നല്ലോ സ്തോത്രം. വിദ്യാഭ്യാസം നിങ്ങളുടെ മായവർക്ക് നടത്തിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനയ്ക്കൊപ്പം അവരെ പാഠങ്ങളും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നോട് അവിടുന്ന് അവരെ മടക്കിയെടുത്ത് ഞങ്ങൾക്ക് കർത്താവെ ന്യായച്ചയും മതിയാകും സ്തോത്രം ചെയ്യുന്നു. വലിയവനാകുന്നു നല്ല ദൈവ സ്വർഗത്തിലപ്പ അപ്പ ഞാൻ എൻ്റെ ദാസൻ എൻ്റെ ദൈവമാണല്ലോ ഭയത്തോടെ കർത്താവ് നിന്നെ സ്തുതിക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. ഈ സ്ത്രീജന സത്യത്തെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുവാൻ പറ്റണം. ഈ സഭയ്ക്ക് കർത്താവ് എല്ലാവരും മക്കളാക്കിൻ്റെ കർത്താവ് സഹായിക്കണമേ. മഹാവിടകളെ ദൈവത്തിന്റെ കരത്തിലേൽപ്പിക്കുന്ന തിരുമനസിനെ ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കാൻ കർത്താവ് ദേശത്ത് ഞങ്ങൾക്ക് ഇത്രത്തോളം നിലനിന്ന് ദൈവത്തിന് വേണ്ടി നന്ദി പറയുന്നില്ലാവേ. എത്ര ശ്രദ്ധിച്ചാലും മതിവരാത്ത സ്വർഗ്ഗത്തിലാവേ. അപ്പാ ദൈവസന്നിധി ഞങ്ങൾക്ക് അപ്പാ മടക്കിയെടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകലതന്നെ വല്ലാത്ത കരത്തിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യേക കാലം ശ്രമിക്കാം. സ്ത്രീ സെക്രട്ടറിയുടെ അംഗങ്ങളിൽ പോലും പല ഗാനമാരെയും തുടർന്ന് രചനാ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. ഇന്നത്തെ സ്ത്രീ സെക്രട്ടറിയുടെ പ്രത്യേക ആരാധനയിൽ സ്ത്രീകൾ മാറ്റത്തിൻ്റെ വാർത്തകൾ എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കി നമുക്ക് പറയാൻ കഴിയുന്ന ഇന്നത്തെ പ്രത്യേക ശേഷം ഇതിൻ്റെ വശമോ നമുക്ക് പ്രചരണം കൊടുക്കുന്നത്. Yeah.
ജലപ്രളയം, ഉരുൾപൊട്ടൽ, അതിലുപരിയായി കൊറോണ വൈറസ് എന്ന മഹാമാരി, ഇവയെല്ലാം കാണുവാനും കേൾക്കുവാനുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യനെ തന്നെ തിരിച്ചറിയാത്ത ഒരു കാലം. മക്കൾ മാതാപിതാക്കളെ തിരിച്ചറിയുന്നില്ല, മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയാത്ത ഒരു കാലം. ഈ ലോകത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഏകദേശം 13 ലക്ഷത്തിലധികം ആളുകൾ ഈ കൊറോണ വൈറസ് എന്ന മഹാവ്യാധി മൂലം, ഈ രോഗം മൂലം ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ രോഗത്തിന് അടിമയായി ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുമ്പോൾ ഈ മഹാവ്യാധിയിൽ നിന്നും ദൈവം നമ്മെ അത്ഭുതകരമായി കണ്ടെത്തി. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും കുറച്ച് മാസങ്ങളായി ദേവാലയത്തിൽ കടന്നു വരുവാനും ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും കഴിയാത്ത ഒരു കാലഘട്ടം. ഇന്ന് ഭവനങ്ങളെ തന്നെ ദൈവാലയങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഈ പ്രതിസന്ധിയിലും ചുരുക്കം ചില കാര്യങ്ങളിൽ നാം ഒരുമിച്ച് ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കഴിയാത്ത കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിൽ സെപ്റ്റംബർ മാസം 6 മുതൽ 11 വരെയായിരുന്നു നമ്മുടെ കുടുംബവാരം ആഘോഷിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മുടെ ഈ പ്രതിസന്ധികൾ കണക്കിലെടുത്ത് നമുക്ക് ഈ ദിവസം ഈ ആരാധന ക്രമീകരിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ദൈവം നമുക്ക് അവസരം നൽകി. പ്രത്യേകിച്ച് ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആരാധനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ വർഷത്തെ സ്ത്രീജന സഖ്യത്തിൻ്റെ നമ്മുടെ ചിന്താവിഷയം സ്ത്രീജനം മാറ്റത്തിൻ്റെ വക്താക്കൾ. സ്ത്രീജനം മാറ്റത്തിൻ്റെ വക്താക്കൾ. ഒരു നിമിഷം നമുക്ക് കണ്ടുവരാൻ. ഈ ഭൂമിയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും അവരവരുടെ ദൗത്യങ്ങൾ ഏൽപ്പിച്ച സ്വർഗത്തിലെ ദൈവം ആക്കിയിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഈ ലോകത്തിൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? മാറ്റത്തിൻ്റെ വക്താക്കളായി തീരുവാൻ, അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകകളെ തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് കാഴ്ച. അല്പനിമിഷം ഞങ്ങൾ വചനധ്യാനത്തിനായിട്ട് ഒരുങ്ങുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കേൾക്കാരെയും ഒരുക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനെ താഴ്ത്തിയിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്ത്രീ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീയെക്കുറിച്ച് നമ്മൾ സ്ത്രീയെ ഭൂമി ദേവിയായും നമ്മുടെ രാജ്യമായ ഭാരതത്തെ ഭാരതാംബയായും കണ്ണുനീർ തുള്ളിയായും ഒക്കെ സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നവരാണ്. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേമിനെ സീയോൻ പുത്രിയായിട്ട് ഒരു പുത്രിയായിട്ടാണ് ദൈവം അവിടെ വിളിച്ചിരിക്കുന്നത്. ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രതീകമായ സ്ത്രീകൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു. ഒരു സ്ത്രീ വരും തലമുറകൾക്ക് ജന്മം കൊടുക്കുന്നു. നാം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രശസ്തനായ ഒരു വ്യക്തി പ്രകാരം പറയുന്നു, ഒരു പെൺകുട്ടികൾക്ക് മാതാപിതാക്കൾ വിദ്യാഭ്യാസം നൽകുമ്പോൾ ഒരു ഗ്രാമത്തെയാണ് നിങ്ങൾ വാർത്തെടുക്കുന്നത്. നമ്മുടെ ഭവനങ്ങളായിരിക്കുന്ന ഒരു കുഞ്ഞിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞു മുഖാന്തരം ഒരു ഗ്രാമത്തെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി ഹവ്വ തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിൽ ഇസബേൽ വരെ ധാരാളം സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക്
കാണുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം 2:20 ഇസബേൽ എന്ന സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നത്. പഴയ നിയമ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഭർത്താവിനെ ബഹുമാനിച്ചിരുന്ന സാറ ഭർത്താവിൽ നിന്ന് അനുഗ്രഹം മകന് യേശാവിന് ലഭിക്കേണ്ട അനുഗ്രഹം യാക്കോബിന് വാങ്ങിക്കൊടുക്കുന്ന റബേക്ക ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവ വേദന കൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് നമുക്കറിയാം യോസഫിന്റെ സഹോദരനായ ബെന്യാമിനെ പ്രസവിക്കുമ്പോൾ ആ മാതാവ് മരണത്തോടടുക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അജനിച്ച കുഞ്ഞിന് ഒരു പേര് നൽകി ബെന്യാമിൻ എന്ന പേര് നൽകിക്കൊണ്ടാണ് മരണത്തിന് കീഴടങ്ങിയത്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു. നമ്മളിത് കാണുന്നത് പോലെ അല്ലെങ്കിൽ കേൾക്കുന്നത് പോലെ സമൂഹത്തിൽ സ്ത്രീകൾ ധാരാളം വെല്ലുവിളികളെ പ്രതിസന്ധികളെ നേരിടുന്നു. ഭവനങ്ങളിലാകട്ടെ പൊതുസ്ഥലങ്ങളിലാകട്ടെ ചുരുക്കം ചില ഭർത്താക്കന്മാരായാലും മക്കളായാലും സ്ത്രീകളെ അല്ലെങ്കിൽ ഫാമിലിയെ അവഗണിക്കുന്ന പരമ്പരാഗത ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും എന്നല്ല, ചില ഭർത്താക്കന്മാർ പൊതുസ്ഥലങ്ങളിൽ വെച്ച് അമ്മയെ അല്ലെങ്കിൽ ഭാര്യയെ പരിഹസിക്കുന്നത് മക്കളുടെ ഭർത്താവിൻ്റെ ഒരു അവരുടെ ചിന്ത അത് നല്ലതാണെന്ന് തോന്നുന്ന ഒരവസ്ഥ. സ്ത്രീകൾ അതുപോലെയാണ്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഭർത്താക്കന്മാരെ സ്ത്രീകൾ പരിഹസിക്കാറ്. ഇത് പറയുമ്പോൾ മാധവി കുട്ടിയുടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോലാട് എന്ന് പറയുന്നൊരു ചെറുകഥയുണ്ട്. അതിൽ ഒരു മാതാവ് പകലില്ലാതെ കുടുംബത്തിനു വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നു. 43-ാമത്തെ വയസ്സിൽ ആ സ്ത്രീയുടെ മൂത്ത മകൻ അമ്മയെ നോക്കി പറയുകയാണ്, അമ്മയെ കണ്ടായപ്പോൾ ശരിക്കും ഒരു കോലാടിനെ പോയിരുന്നു എന്ന് വെച്ചാൽ അത്രയും സൗകര്യമെല്ലാം പോയി. അതൊരു വൃത്തിഹീനമായിരുന്നു. അവർക്ക് അധികം പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, അങ്ങനെയുള്ളൊരു മാതാവാണ്. ഒരിക്കൽ സ്കൂളിൽ ഡ്രാമ നടക്കുന്ന സമയത്ത് ഈ മാതാവ് മകനോട് ചോദിക്കുകയാണ്, മകനെ ഞാനും നിന്റെ സ്കൂളിൽ വന്നോട്ടെ. അപ്പോൾ ഇളയ മകൻ പറയുകയാണ്, അമ്മ പറയണ്ട, എനിക്ക് കുറച്ചിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മകനെ എൻ്റെ കയ്യിൽ എൻ്റെ അച്ഛൻ തന്ന ആ അതോടുകൂടി സെറ്റ് സാരിയാണ്, ഞാൻ അവിടുത്തെ വന്നോട്ടെ. ഒരു ഇളയ മകൻ പറയുകയാണ്, വേണ്ടാമേ അമ്മ പറയണ്ട, അമ്മ ശരിക്കും അമ്മ ഒരു കോലാട് തന്നെ, അമ്മ എൻ്റെ കൂടെ വന്നാൽ എനിക്ക് കുറച്ചിലാണ്. ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പല മക്കൾക്കും മാതാപിതാക്കൾക്കും കുറച്ചിലായി തോന്നുന്ന അവസ്ഥ. ചിലപ്പോൾ ഒരിക്കൽ വെയിലത്തും ഉപജീവന മാർഗത്തിലൊക്കെ കടന്നു പോകുന്ന തൊഴിലുറപ്പിനെ പോകുന്ന മാതാപിതാക്കളുണ്ട്. കൊടും വേഗത്ത് അധ്വാനിച്ച് അവരുടെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട അവരുടെ ആ എല്ലാ മുഖത്തിൻ്റെ ആ തിളക്കമൊക്കെ മങ്ങിയിരിക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറ അവർക്ക് പ്രത്യേകിച്ച് കോളേജിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ ഇതെൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ അച്ഛനാണെന്ന് പറയാൻ മടിക്കുന്ന ചുരുക്കം ചില കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ദൈവവചനം ഇപ്രകാരം പറയുന്നു. എഫേസ്യർ 6-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും അത് ന്യായമാണ്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക. നമുക്ക് ദൈവഭയം ഉണ്ട് എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് നാം വിട്ടുമാറിയിരിക്കുകയുള്ളൂ. വീണ്ടും എഫേസ്യർ 6:2 നിനക്ക് നന്മ ഉണ്ടാക്കുവാനും ദീർഘായുസ്സ് ഉണ്ടാക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. നാം 10 കൽപ്പനകൾ പഠിക്കുമ്പോൾ അത് 2ാമത്തെ കൽപ്പനയായി യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്തത്, നിനക്ക് നന്നായിരിക്കുവാനും ദീർഘായുസ്സ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും എഫേസ്യരുടെ ലേഖനം 6-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്ന സുരക്ഷിതമായ വേദഭാഗമാണ്. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ഭർത്താക്കന്മാരെ ക്രിസ്തു എങ്ങനെയാണോ സഭയെ സ്നേഹിച്ചത് അതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. സ്ത്രീകളും എപ്രകാരം ആയിരിക്കണം? സഭയാകുന്ന
തലയാകുന്ന ക്രിസ്തു, തലയാകുന്ന ക്രിസ്തു, ആ ക്രിസ്തു ആണ് നമ്മുടെ ഭവനത്തിലുള്ള ഭർത്താവ്. ആ ഭർത്താവിനെ നമ്മൾ ബഹുമാനിക്കുക, സ്നേഹിക്കുക. ഇവിടെ നമ്മൾ വായിച്ച് കേട്ട പഴയ നിയമം സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വേദഭാഗം പഠിക്കുമ്പോൾ യോസേഫിന്റെ വംശപാരമ്പര്യത്തിൽ സെലോഫഹാദിന്റെ 5 പുത്രിമാരായ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. 5 പുത്രിമാർ മോശയോട് തങ്ങളുടെ അവകാശം ചോദിച്ചു വന്ന ഒരു അനുഭവം. സംഖ്യാപുസ്തകം 26-ാം അധ്യായം 52 മുതൽ 56 വരെയുള്ള വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്ത കൽപ്പന പ്രകാരം ഓരോ കുടുംബത്തിനും ഓരോ തലമുറ ഓരോ ഗോത്രങ്ങളെ എടുത്തിട്ട് ഓരോ ഗോത്രത്തിനും എത്ര അംഗസംഖ്യകൾ ഉണ്ടോ കൂടുതലുള്ളവർക്ക് കൂടുതൽ ഭൂമിയും കുറച്ച് സംഖ്യയുള്ളവർക്ക് കുറച്ച് ഭൂമിയുമാണ് വിഭാഗിച്ചു കൊടുക്കുന്നത്. 26-ാം അധ്യായത്തിൽ അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യഹൂദ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് തങ്ങളുടെ അവകാശങ്ങൾ വീതിച്ച് കൊടുക്കുന്നു. ഇവിടെ 27-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ പിതാവ് മരിച്ചുപോയ 5 പെൺമക്കൾ. അവിടെ 26-ാം അധ്യായത്തിൽ പെൺമക്കൾക്ക് വിഹിതം കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അവിടെ ആൺമക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ അനിയന്മാർക്ക് ചേട്ടന്മാർക്ക് ആ ഒരു പുരുഷന് ആൺമക്കളില്ലെങ്കിൽ അവരുടെ അനുജന്റെ മക്കൾക്കോ ചേട്ടന്റെ മക്കൾക്കോ അങ്ങനെ അവർ തലമുറകളായി കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. പെൺമക്കൾക്ക് അവിടെ ഓഹരി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് യോസേഫിന്റെ തലമുറക്കാരായ സെലോഫഹാദിന്റെ 5 പുത്രിമാർ മോശയുടെ സന്നിധിയിൽ വന്നിട്ട് മോശയുടെ ആ ഭാഗം നമ്മൾ വ്യക്തമായിട്ട് കേട്ടതാണ്. മോശയുടെയും എലെയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭകളുടെയും മുൻപാകെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അപ്പൻ മരിച്ചുപോയി. ഞങ്ങൾക്ക് അപ്പനില്ല. അമ്മയെക്കുറിച്ചുള്ള പരാമർശിക്കുന്നത് അപ്പൻ മരിച്ചുപോയി. അപ്പന് ആൺമക്കൾ ഇല്ലാത്തതിനാൽ അപ്പന്റെ പേര് കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാക്കുന്നത് എന്താണ്? സാധാരണ ഒരു കുടുംബത്തിൽ പിതാവ് മരിക്കുമ്പോൾ ഇത് ഇന്നവരുടെ മകളാണെന്ന് അറിയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ പിതാവ് മരിച്ചു പോയപ്പോൾ മകൻ എന്നുള്ള പേര് വിളിക്കാൻ അവിടെ ആളില്ല, അവിടെ പെൺമക്കളായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പിതാവ് മരിച്ചു പോയാൽ ആ പിതാവിന്റെ പേര് എങ്ങനെ ഇല്ലാതെയായി പോകുമെന്ന് ഈ പെൺമക്കൾ മോശയോട് ചോദിക്കുകയാണ്. ഈ വിഷയം മോശ യഹോവയായ ദൈവത്തിന്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. അല്ലോ യഹോവേ, സെലോഫഹാദിന്റെ പുത്രിമാർ വന്ന് അവരുടെ അവകാശം ചോദിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യഹോവയായ ദൈവം മോശയുടെ യാചന കേട്ട് മോശയോട് ഇപ്രകാരം പറയുന്നു, അവരുടെ അവകാശം അവർക്ക് തന്നെ കൊടുക്കുക. ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്, അവർക്ക് ലഭിക്കേണ്ട അവകാശം അവർക്ക് തന്നെ കൊടുക്കുക. 119-ാം സങ്കീർത്തനം നമ്മൾ 57-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പഠിച്ചു. യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു. അവകാശം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു മാറ്റം ഈ പെൺമക്കളിലൂടെ അവിടെ സാധ്യമാകുന്നു. എന്നാൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൂരമായ അവസ്ഥകളിൽ ഒന്നാണ് സ്വത്തിന് വേണ്ടി മക്കൾ മാതാപിതാക്കളെ കൊല്ലുകയോ അല്ലെങ്കിൽ അനാഥാരങ്ങൾ കൊണ്ടെത്തിക്കുകയോ ചെയ്യുന്ന അവസ്ഥ. സുവിശേഷ വേദപുസ്തകത്തിൽ ദൂർത്തുപുത്രന്റെ കഥ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ സംഭവിച്ചത്? എന്നാൽ ചില മാതാപിതാക്കളാകട്ടെ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലേക്ക് നാം ഒന്ന് തീർക്കണോ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കുമ്പോൾ, വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ ധാരാളം സ്വർണ്ണം, അവർക്ക് വസ്തുക്കളല്ല, ധാരാളം സ്വർണ്ണം നമുക്ക് സ്ത്രീധനമായിട്ട് ചോദിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ ഉള്ള വസ്തുക്കളൊക്കെ വിറ്റ് സ്വർണം വാങ്ങിച്ച് പെൺമക്കളെ കെട്ടിച്ചയക്കും. ചില മാതാപിതാക്കൾ ഉള്ള വസ്തുക്കളെല്ലാം നശിപ്പിക്കുന്നു. എന്നാൽ ചിലരോ
ഉള്ള വസ്തുക്കളോട് അവർ വീണ്ടും വാങ്ങിക്കൂട്ടുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നമുക്ക് സമ്പത്ത് വളരെ കുറച്ചാണ്, നമുക്ക് വസ്തുക്കൾ വളരെ കുറച്ചാണ്, എങ്ങനെ കിട്ടി? ആ ഓഫിൽ നമുക്ക് എപ്രകാരം കിട്ടി? സെലഫഹാദിന്റെ പെൺമക്കൾ മോശ മുഖാന്തരം ദൈവത്തിൽ നിന്ന് നേടിയെടുത്ത അവകാശം പിൻതലമുറക്കാരായിരിക്കുന്ന നാം ഇന്ന് അനുഭവിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു കൊച്ചു കഥ മനസ്സിൽ ഓടി വരികയാണ്. ഒരിക്കലൊരു മാതാവ് മകന് ഒറ്റയ്ക്ക് താമസിച്ചു. പിതാവ് ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഈ മാതാവ് തന്റെ സ്വത്തുക്കൾ മകന് അന്നേരം എഴുതി വെച്ചില്ല. മാതാവ് വിചാരിച്ചു, ഞാൻ ഇപ്പോഴേ എൻ്റെ വസ്തുക്കളൊക്കെ മകന് കൊടുത്താൽ അവനത് നശിപ്പിക്കും. മകൻ അമ്മയോട് സ്വത്ത് ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സ്വത്ത് കൊടുക്കാത്ത മകന് ഞാൻ പിന്നെ തരാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും സഹിക്കട്ട മകൻ ആ മാതാവിൻ്റെ കഴുത്ത് ആർത്ത് എടുത്തുകൊണ്ട് ഓടുകയാണ്. സ്വത്തിന് വേണ്ടി പിതാവ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട താൻ കഷ്ടപ്പെട്ട് വളർത്തിയ തൻ്റെ ഏക മകൻ ആ മാതാവിൻ്റെ കഴുത്ത് ആർത്ത് എടുത്തുകൊണ്ട് ഓടുകയാണ്. ആ മാതാവിൻ്റെ കഴുത്ത് ആ മകൻ്റെ കയ്യിൽ തൂങ്ങി കിടക്കുന്നു. ഓടുമ്പോഴും ആ മാതാവ് മകനോട് ചോദിക്കുകയാണ്, മകനെ, നിന്റെ കാല് ഈ കല്ലിന് മുള്ളിലും തട്ടി വേദനിക്കുന്നു എന്ന്. മകനെ, നീ ഓടുകയല്ലേ, നിന്റെ കാല് ഈ കല്ലിന് ഈ മുള്ളിലൊക്കെ തട്ടി വേദനിക്കുന്നുണ്ടോ എന്ന്. അവിടെ ഒരു സ്ത്രീ തൻ്റെ മകനെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 5 വരെയും അതിൻ്റെ 31 വാക്യങ്ങളിലാണ് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീ കഥാപാത്രത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിവാഹിതയായി കുടുംബിനിയായി കഴിയുന്ന ദെബോറ എന്ന് പറയുന്ന സ്ത്രീ. ഇസ്രായേൽ ജനതയ്ക്ക് പഴയകാലത്ത് നമുക്കറിയാം, ഇസ്രായേൽ ജനത ഒരുപാട് കഷ്ടം, സങ്കടവും വേദനയൊക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. കാലാകാലങ്ങളായി യഹോവയായ ദൈവം ഓരോ ന്യായാധിപന്മാരെ ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് 40 വർഷം വീട്ടിൽ കഷ്ടതയുടെയും കഠിന ജോലിയുടെയും ഒക്കെ അവസ്ഥയിലായിരുന്നു. മറ്റ് ശത്രു രാജ്യങ്ങൾ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. 20 വർഷം ശത്രു രാജ്യങ്ങൾ ഇവരെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ന്യായാധിപന്മാർ എഴുന്നേറ്റ് വരും. അവർ ഇസ്രായേൽ ജനങ്ങൾ നയിക്കും. വീണ്ടും 20 വർഷം അല്ലെങ്കിൽ 40 വർഷങ്ങൾക്ക് വീണ്ടും കഷ്ടത വന്നുകൊണ്ടിരുന്നു. 20 സംവത്സരം ശത്രു രാജ്യങ്ങളാൽ പീഡകൾ, കഠിനമായ ഉപദ്രവം സഹിച്ചിരുന്ന കാലഘട്ടത്തിലാണ് യഹോവയായ ദൈവം ദെബോറ എന്ന് പറയുന്ന ഒരു പ്രവാചകയെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ദെബോറ ഒരു ഭാര്യയായിരുന്നു, ഒരു കുടുംബിനിയായിരുന്നു. അതിലുപരിയായി ഒരു പ്രവാചകി, ന്യായാധിപതി, പടയാളി, ഇതെല്ലാം എല്ലാ കഴിവുകളുള്ള ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു ദെബോറ. ഇത്രയൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തത് പ്രാർത്ഥനയ്ക്കായിരുന്നു. പ്രാർത്ഥനയ്ക്കായിരുന്നു ദെബോറ പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. ദൈവം വിളിച്ചപ്പോൾ എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞ് ദെബോറ പിന്മാറിയില്ല. ദൈവം ഏൽപ്പിച്ചത് ഒരു ജനതയെ രക്ഷിക്കുവാനാണ്. ചെറിയ ഉത്തരവാദിത്തമൊന്നുമല്ല. നമുക്കൊരു സഭയിലെ സ്ത്രീജനങ്ങളെ നയിക്കുവാൻ എത്രത്തോളം പ്രാപ്തിയുണ്ട്, ഒരു സ്ത്രീക്ക് സഭയിലെ സ്ത്രീജനങ്ങളെ നയിക്കാൻ എത്രത്തോളം പ്രാപ്തിയുണ്ട്, അതുപോലെ അല്ല ഒരു ജനതയെ നയിക്കുവാനുള്ള പ്രാപ്തി. പക്ഷെ ദൈവം അവിടെ ദെബോറയെ വിളിച്ച് വേദനിച്ചപ്പോൾ ദെബോറ ആ വിവരം ഭർത്താവുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അല്ലയോ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ ജനത, ഇസ്രായേൽ ജനത കഷ്ടപ്പെടുകയാണ്, അവരെ നമുക്ക് രക്ഷിക്കണം, അതിന് നാം ഒരുമിച്ചുണ്ട്. അങ്ങനെ ഭർത്താവിൻ്റെ സപ്പോർട്ടോട് കൂടി ദെബോറ ഇസ്രായേൽ ജനത്തെ നയിക്കുകയാണ്. ആ ഒരു ദൗത്യം സന്തോഷത്തോടു കൂടി ദെബോറ ഏറ്റെടുക്കുന്നു. ബൈബിൾ നമ്മൾ പഠിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 40 വർഷക്കാലം ദെബോറയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു സ്ത്രീ തന്റെ ദൗത്യം ഇപ്രകാരം ഏറ്റെടുക്കുന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥന, ദൈവത്തോടുള്ള ഉറച്ച
വിശ്വാസം. ഇങ്ങനെയുള്ള സ്ത്രീകളെ വാർത്തെടുക്കണമെങ്കിൽ എപ്രകാരം അവർക്ക് ആ ഒരു കണ്ടിടം അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ വട്ടങ്ങളായി മാറാൻ സാധിക്കും? ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെ നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആൺകുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ മാതാപിതാക്കൾ എപ്രകാരം അവരെ നേർവഴിക്ക് നടത്തുന്നു, സഭ എപ്രകാരം അവരെ നേർവഴിക്ക് നടത്തുന്നു, ഒരു സമൂഹം എപ്രകാരം അവരെ നയിക്കുന്നു, ഒരു സ്കൂൾ എപ്രകാരം അവരെ നയിക്കുന്നു എന്നതാണ് പ്രധാനം. അവർക്ക് ലഭിക്കുന്ന ഓരോ കഴിവുകളും താലന്തുകളും ഈ ചെറുപ്രായത്തിൽ തുടങ്ങി വെച്ചത് അവർ സ്വായത്തമാക്കുമ്പോൾ മാത്രമാണ് യുവതലമുറ ആകുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പ്രാപ്തി എത്തുമ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടുകൂടി ചെയ്യുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഭവനങ്ങളിൽ ചില മാതാപിതാക്കൾക്ക് അയ്യോ പെൺകുഞ്ഞായി പോയല്ലോ, 2-3 പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അയ്യോ കർത്താവേ എനിക്ക് തന്നതല്ല പെൺമക്കളാണ്. ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ 2-3 മക്കളാണെങ്കിൽ അയ്യോ കർത്താവേ എനിക്ക് പെൺകുഞ്ഞുങ്ങൾ തന്നേന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവര് നമുക്ക് എപ്പോഴും കാണുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് ആൺമക്കളുണ്ടെങ്കിൽ പെൺകുഞ്ഞിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും, ഒരുപാട് പെൺമക്കളുണ്ടെങ്കിൽ ആൺമക്കളോട് ദൈവത്തോട് പ്രാർത്ഥിക്കും. പണ്ട് കാലങ്ങളിൽ പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ രാജസ്ഥാൻ സംസ്ഥാനം, നമുക്കെല്ലാം രാജസ്ഥാൻ സംസ്ഥാനത്തിൽ നമുക്ക് കേട്ടിട്ടുണ്ട്. അവിടെ പിപ്പലാണ്ടി എന്ന് പറയുന്ന ചെറിയ ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാണ്. അവിടെ വളരെ കുറച്ച് ആളുകൾ, ഏകദേശം 6000-ഓളം ആളുകൾ മാത്രമേ അവിടെ താമസമുള്ളൂ. ഒരിക്കൽ അവിടുത്തെ ഗ്രാമത്തലവന്റെ താൻ സ്നേഹിച്ച് വളർത്തിയ പെൺമകൾ കിരൺ എന്ന് പറയുന്ന പെൺകുട്ടി ഒറ്റ മകളെ ഉണ്ടായിരുന്നു. 15-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടുപോയി. ആ പിതാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് ആകെ ഉള്ള ഒരു സമ്പാദ്യം സ്വത്ത് എൻ്റെ മകളാണ്. അങ്ങനെ ആ പിതാവ് വളരെയധികം വിഷമിച്ച് ഭാരത്തോടെ എന്നെപ്പറ്റി കുറേ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിൽ ആശയം തോന്നി, എൻ്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ അദ്ദേഹം ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി തൻ്റെ മനസ്സിൽ തോന്നിയ ആശയം അവരോട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും ഭാരമായിട്ട് തോന്നുന്നതാണ് പെൺകുഞ്ഞുങ്ങളെ. പലപ്പോഴും പല ഭവനങ്ങളിലും പെൺകുഞ്ഞുങ്ങൾക്ക് ഒരു ഭാരമായിട്ട് തോന്നാറുണ്ട്. നമുക്ക് ആ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കണം. നമ്മുടെ ഗ്രാമത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ പെൺകുഞ്ഞിൻ്റെ ഭവനക്കാർ ആ ഗ്രാമത്തിൽ 111 വൃക്ഷത്തൈകൾ കാണണം. ഓരോ ഭവനത്തിലുള്ള ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ ആ പെൺകുഞ്ഞിൻ്റെ ഭവനത്തിലുള്ളത് 111 വൃക്ഷത്തൈകൾ ആ ഗ്രാമത്തിൽ നടണം. മാത്രവുമല്ല ആ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും ചേർന്ന് ഏകദേശം 20,000 രൂപ കളക്ട് ചെയ്ത് ആ പെൺകുഞ്ഞിനെ കൊടുക്കണം. വീട്ടിലുള്ളവരിൽ ചേർന്ന് 18 വയസ്സ് വരെ ആ എമൗണ്ട് ഒരു ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. 18 വയസ്സാകുമ്പോൾ ആ പെൺകുഞ്ഞിൻ്റെ വിവാഹകാലമാകുമ്പോൾ ആ തുക തിരികെ കൊടുക്കും. ഇപ്പോൾ ആ ഗ്രാമത്തിലേക്ക് ചെന്ന് പിപ്പലാത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ചെന്നാൽ വൃക്ഷത്തൈകൾ കൊണ്ട് വളരെ മനോഹരമായ സമർത്ഥമായ ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിക്ക് രാഷ്ട്രപതിയിൽ നിന്നും അവാർഡുകൾക്ക് ലഭിക്കാനുള്ള ഇടയായി. കഴിഞ്ഞ 2016 ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചൊരു പാഠമാണ്. ഒരു വ്യക്തി തുടങ്ങി വെച്ച തൻ്റെ മകളുടെ മരണശേഷം ഒരു വ്യക്തി തുടങ്ങി വെച്ച ആ ഒരു പ്രക്രിയ ഒരു സമൂഹം ഏറ്റെടുത്തു. ആ വ്യക്തിയുടെ വാക്കുകൾ ആ സമൂഹം ഏറ്റെടുത്തത് കൊണ്ട് ആ സമൂഹത്തിൽ നിന്ന് തല ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭവനങ്ങളിലായിരുന്ന പെൺകുഞ്ഞുങ്ങൾ മാറ്റത്തിൻ്റെ വട്ടങ്ങളെ തീരണമെങ്കിൽ നാം ഓരോരുത്തരും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ജോലികൾ നൽകിക്കൊണ്ടിരിക്കണം. ഒരു പെൺകുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ നേരായ മാർഗത്തിൽ മകളെ നീ എപ്രകാരം ആയിരിക്കണമെന്ന് മാതാവ് പറഞ്ഞു കൊടുക്കണം. ഭവനത്തിലായിരിക്കണം പിതാവ് ഭാര്യയെ എപ്രകാരം സ്നേഹിക്കുന്നു, സഹോദരി എപ്രകാരം സ്നേഹിക്കണം എന്നത് പിതാവിൽ നിന്ന് മകനും കണ്ടുപഠിക്കുന്നു. ഒരു സഹോദരി എപ്രകാരം സ്നേഹിക്കണമെന്ന് മാതാപിതാക്കളുടെ സ്നേഹം അവർക്ക് എപ്പോഴും മാതൃകയായിരിക്കും.
ആ ഒരു മാതൃക ഉണ്ട് എങ്കിൽ ഭവനത്തിൽ ലഭിക്കുന്ന മാതൃക ഉണ്ട് എങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് മാറ്റത്തിൻ്റെ ഒരു വക്താക്കളായി മാറാനായി സാധിക്കും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ലോകമെമ്പാടും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാരണമാണ് അടുത്ത അമേരിക്കയിലെ പ്രസിഡന്റ് ആരാകുമെന്ന്. ഞങ്ങളെല്ലാം വാർത്ത ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നവംബർ മാസം 1-ാം തീയതി റിസൾട്ട് വരുമല്ലോ, ആരായിരിക്കും? ട്രംപാണോ? ഇനി അടുത്ത ആരെങ്കിലും അധികാരത്തിൽ വരുമോ? ലോകം എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയിൽ ആരായിരിക്കും പ്രസിഡന്റ്, ആരായിരിക്കും വൈസ് പ്രസിഡന്റ്? ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡൻ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? കമലാ ഹാരിസ്, ഒരു ഇന്ത്യക്കാരിയാണ്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കമലയുടെ മാതാവ് ഇന്ത്യയിൽ നിന്ന് അവർ അമേരിക്ക എത്തപ്പെട്ടു. ജമൈക്കയിലുള്ള ഒരു വ്യക്തി വിവാഹം കഴിച്ചു. അതിൽ നിന്നും ജനിച്ച മകളാണ് കമലാ ഹാരിസ്. ജോ ബൈഡനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ചെറുപ്രായത്തിൽ അദ്ദേഹം വാക്കിലൊക്കെ വന്നതാണ്. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. സ്കൂളിൽ പോകത്തില്ല, എപ്പോഴും കരച്ചിലാണ്. അപ്പം അമ്മ ചോദിക്കും, എന്താ പറയുന്നത്? സ്കൂളിൽ പോകാൻ എന്താ വായിച്ചത്? നീ കരയുന്നതാണ്. ഈ കാരണം ഈ ജോ ബൈഡൻ ഭയങ്കര വിക്കായിരുന്നു. ആരുടെയും മുമ്പിൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ മുമ്പിലോ കൂട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഒരു വാക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയാതെ എപ്പോഴും വിക്കുള്ള മനുഷ്യനായതുകൊണ്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ മാതാവ് പറഞ്ഞ മകനെ അതൊക്കെ മാറിയുള്ളൂ. അങ്ങനെ ഈ മാതാവ് മകന് നല്ല ഉപദേശങ്ങൾ കൊടുത്തു. സ്കൂളിൽ പോയി എപ്പോൾ എല്ലാവരോടും സംസാരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഒരുക്കി കൊടുത്ത് ജോ ബൈഡൻ്റെ വിക്കെല്ലാം മാറി. ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡന്റ് ആക്കാനുള്ള അവസരം കിട്ടി. കമലാ ഹാരിസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 7ാമത്തെ വയസ്സിൽ പിതാവ് ഉപേക്ഷിച്ചു പോയി. പക്ഷേ ആ മാതാവ് ഒരു ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിലും മകളെ പഠിപ്പിച്ചു. പെൺമക്കളാണ്. മകളെ പഠിപ്പിച്ച് അവളുടെ ഭാവി എത്തപ്പെടേണ്ട വഴിയിലേക്ക് ആ മാതാവ് മകളെ തിരിച്ചു. താനൊരു കർമ്മവർഗക്കാരിയാണെന്നുള്ള ചിന്ത ആ മകളിൽ ഉണ്ടായി. മാതാവ് പറയും മകളോട്, മകളെ ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ കർമ്മവർഗക്കാരിയായി നീ എന്തുകൊണ്ട് ഈ അമേരിക്കയിൽ വന്നു എന്ന് ചോദിച്ചാൽ നീ പറയണം, അത് നിങ്ങൾക്കറിയേണ്ട അവകാശമില്ല. ആ വെളുത്ത വർഗക്കാരോട് പറയണം, അത് നിങ്ങൾ അറിയേണ്ട അവകാശമില്ല, അത് എൻ്റെ കാര്യമാണ്. അവളുടെ മനസ്സിൽ എപ്പോഴും ഞാനൊരു കർത്തവർഗക്കാരിയാണല്ലോ, എൻ്റെ ജനതയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും എന്ന് അവൾ നിരന്തരം ചിന്തിച്ച് പഠിച്ചു. ഒരു പിതാവ് ഉപേക്ഷിച്ച് പോയെങ്കിലും ആ പെൺകുട്ടി പഠിച്ച് നല്ല ഒരു വക്കീലായിട്ട് മാറുകയും അറ്റോർണി ജനറലായിട്ട് മാറുകയും തുടർന്ന് അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ചെയ്തു. നമ്മുടെ ജനത്തെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം, നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം ചെറുപ്രായത്തിൽ ലഭിച്ച ആ ഒരു നേതൃത്വമാണ് ഈ ഒരു പദവിയിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ വേദപുസ്തക കഥാപാത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഉന്നതിയിലെത്തിയ അനേകം കഥാപാത്രങ്ങളുണ്ട്. ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന, മക്കളെ സ്നേഹിക്കുന്ന ദൈവദൂതന്മാരെ കരുതിയിരുന്ന അനേക കഥാപാത്രങ്ങൾ. അതിലുപരിയായി ഇസബേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇസബേലിനെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരു സ്ത്രീയാണ്. മാനസാന്തരപ്പെടാൻ ദൈവം ഒരുപാട് അവസരം ആ സ്ത്രീക്ക് കൊടുത്തു. പക്ഷെ അവൾ തിരിഞ്ഞു വന്നു. ദൈവത്തിന്റെ വാക്കുകൾക്ക് ഇങ്ങനെ കൽപ്പിച്ചില്ല. അവൾ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അവളുടെ മരണം എപ്രകാരമായിരുന്നെന്ന് പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല കഥാപാത്രങ്ങളുണ്ട്, മോശമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. ബൈബിളിലെ നല്ല കഥാപാത്രങ്ങൾ നമ്മുടെ പെൺമക്കൾക്ക് നാം കടന്നു കൊടുക്കുക. നമ്മളെപ്പോഴും ഭാര്യ ഭർത്താവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചും അതുപോലെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബത്തിൽ മാത്രമേ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് മാറ്റത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കും. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പഴയ കാലത്ത് നിന്ന് മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. അവരുടെ പ്രധാന ഉദ്ദേശം എന്നതായിരുന്നു, എനിക്ക് പഠിക്കണം, എനിക്കൊരു ജോലി നേടണം, എനിക്കൊരു ഗവൺമെൻറ് തരത്തിലൊരു ജോലി നേടണം എന്നോ ഉറച്ച തീരുമാനമുള്ള അനേക പെൺകുഞ്ഞുകൾ നടക്കുന്ന സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എവിടെ നിന്ന് ലഭിച്ചു ഈ കല്യാണം, ഈ ധൈര്യം? മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തപ്പോൾ വിദ്യാഭ്യാസത്തിലാത്ത മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത മകളെ, എനിക്ക് വിദ്യാഭ്യാസമില്ല,
നിങ്ങളെങ്കിലും പഠിച്ച സമൂഹത്തിൽ നല്ല മക്കളെ വേണം. ആ ഒരു കാരണങ്ങൾ കേട്ട് അവരുടെ മനസ്സിലത് പതിയുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ ധാരാളം പെൺകുഞ്ഞുങ്ങൾ ഉയർന്ന മേഖലയിൽ എത്തപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ മാറ്റത്തിൻ്റെ വക്താക്കളായി തീരണമെങ്കിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമുണ്ട്, സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്, സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഓരോ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി, ചെറുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് തൻ്റെ മരണസമയത്ത് 12 മക്കളെയും അടുത്ത് വിളിക്കുന്നു. യോസഫിൻ്റെ മക്കളെയും വിളിക്കുന്നു, മനുഷ്യനെ വിളിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ചെറുമക്കളെയും അനുഗ്രഹിച്ചിട്ടാണ് മരിക്കുന്ന ഒരു പിതാവ്. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ചെറുമക്കളെ നിങ്ങൾ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 3-4 തലമുറ വരെ അനുഗ്രഹങ്ങളെ വരുവാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്ന വാക്കല്ല, യഹോവയായ ദൈവം മോശക്കാരുടെ കൽപ്പനയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിക്കുക. കർത്താവിനെ പോലെ അവരെ അനുസരിക്കുക, ബഹുമാനിക്കുക. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾ ഉദ്ദേശിക്കാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത മേഖലകളിൽ ഉയർന്ന തലങ്ങളിലേക്ക് ദൈവങ്ങളെ കൊണ്ടെത്തിക്കും. അതിനാൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ആമേൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വന്തം അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ പ്രഭാതം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് സ്ത്രീസിദ്ധമായ ഒരു ആരാധന നടത്താൻ ദൈവം സഹായിച്ചേക്കും. പ്രാർത്ഥനയുടെ ആരംഭം മുതൽ അവസാനം ഈ നിമിഷം വരെ ദൈവത്തിന് സാധ്യതയുള്ളവർക്ക് അല്പനിമിഷം ഞങ്ങൾ വചന വിശുശ്രൂഷയ്ക്കായിട്ട് സമയം അനുവദിച്ചു. സ്ത്രീകൾ മാറ്റത്തിൻ്റെ വക്താക്കൾ എന്ന ലക്ഷ്യത്തിൽ അല്പനിമിഷം ചിന്തിക്കുവാൻ ദൈവം അവസരം കർത്താവിനെ അവരുടെ പെൺകുഞ്ഞുങ്ങളെ കരുതുവാൻ, അതോടൊപ്പം തന്നെ എല്ലാ മക്കളെയും ആൺകുഞ്ഞുങ്ങളാകട്ടെ വേദനയില്ലാതെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ നേരായ മാർഗത്തിൽ വഴിതിരിച്ചിടുവാൻ മാതാപിതാക്കളായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവമേ ശക്തിയായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതെ, പാപത്തിൻ്റെ വഴികളിൽ പോകാതെ, പിശാചിൻ്റെ വഴികളിൽ പോകാതെ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ആടികളിൽ പോകാതെ, ദൈവത്തിൻ്റെ പാതയിൽ ദൈവവചനപ്രകാരം ജീവിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന ഓരോ വേദനകളെ അങ്ങ് മാറ്റുവാൻ ഒരു മാറ്റം ആവശ്യമാണ്. അത് സഭയിൽ നിന്ന് ലഭിക്കാൻ, കുടുംബത്തിൽ നിന്ന് ലഭിക്കാൻ, സമൂഹത്തിൽ നിന്ന് ലഭിക്കാൻ, മുതിർന്ന വ്യക്തികളിൽ നിന്ന് ലഭിക്കാൻ അന്ന് സഹായിക്കണം. അവരുടെ വാക്കുകളെ ഉൾക്കൊള്ളുവാൻ, ചെവിക്കൊള്ളുവാൻ അവരെ പ്രാർത്ഥിക്കണം. തുടർന്നുള്ള ഓരോ നിങ്ങളുടെ ജീവിതയാത്രകളിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിറവേറാനാണ് കാര്യങ്ങൾ വായിച്ചു യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്ത്രീജന മാറ്റത്തിൻ്റെ വാർത്തകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവിതങ്ങളെ വരച്ചു കാട്ടിക്കൊണ്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൂത് നൽകിയ അച്ഛനോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ്. കരയലും ഹോളിവുഡ് CSC ഇടവകയുടെ സ്ത്രീജന സഖ്യത്തിൻ്റെ ആരാധനയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ട്. പെട്ടെന്നാണ് ഇങ്ങനെ ആരാധന ക്രമീകരിച്ചത്. അപ്പോൾ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ആരാധനകളിലും മുഴങ്ങി കേൾക്കുന്ന ശബ്ദം എങ്ങനെ അത് സാധ്യമായി തീരുമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് ഒരു വ്യത്യസ്ത ശബ്ദമാണ്, മറ്റ് സഭകളിൽ കാണാത്ത ഒരു കാര്യമാണ്. നമുക്കൊരു കവിത എപ്പോഴും നമ്മൾ എല്ലാ ആരാധനകളും ശ്രേഷിക്കുന്ന ആരാധന കേൾക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രമേയവുമായി ബന്ധപ്പെട്ട് സ്വന്തമായി കവിത രചിച്ച് ആലപിച്ച് മഹായിടവകയിൽ 1ാം സ്ഥാനത്തെത്തുകയും അനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്തെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ പ്രസംഗത്തോട് സൂചിപ്പിച്ചതുപോലെ COVID-19 എന്ന മഹാവ്യാധിയാൽ ലോകമൊക്കെ ഇന്ന് പരിഗണിച്ചെടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ള നമ്മുടെ ഏറ്റവും പ്രിയമുള്ള മേൽപ്പീച്ചെന്ന് ഞങ്ങളെ വിവരം അറിയിച്ചു. ടീച്ചറുടെ കവിതയില്ലാതെ ഒരാരാധന പൂർത്തിയായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കവിത ആലപിക്കണം എന്ന് പറഞ്ഞു.
പ്രത്യേകിച്ച് വിഷയം പറയുമ്പോൾ തന്നെ 100 മനസ്സോടെ ഏറ്റ് ഒരു കവിത രചിച്ച് COVID-19 കുറിച്ചുള്ള ഒരു ആവശ്യാസ്പദമാക്കിയ കവിത നമുക്ക് വേണ്ടി ആരംഭിക്കുന്നതിനായിട്ട് ഏറ്റവും സ്നേഹപൂർവ്വമായുള്ള മേൽ ടീച്ചറെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന സ്നേഹമുള്ള അച്ഛൻ അച്ഛമ്മ സഭാജനങ്ങൾ ദൈവനാമത്തിലുള്ള ഇപ്പോൾ ദൈവം പോകുന്ന വഴി അറിയുന്നില്ല. ജീവിതത്തിൽ അറിയുന്നുണ്ട്. ദേശത്തെയും ദേശവാസികളെയും കുടുംബത്തിലെ ജനത്തെയും മുന്നേറുവാൻ ദൈവം നമുക്ക് പ്രാപ്തികൾക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കവിതയിലേക്ക് പ്രവേശിക്കുന്നു. കോവിഡെന്ന പേമായി ആദ്യം അന്തവും ഇല്ലാത്ത ലോകമേ, ആദിയിലെവിടെയും അറിയില്ല ലോകമേ, ആദി പിടിച്ച മനുഷ്യവർഗം ആദിയോടന്തം ഓടിയിരുന്നു. തെക്കൂത്താടുന്ന കോവിഡ് നിന്നെ പേടിച്ചാലും പറഞ്ഞയച്ചു. പേട്ടതുളിഞ്ഞി വന്നിടുമ്പോൾ പേടിച്ചു നിന്നു മനുഷ്യവർഗം. ലോകത്തിലെല്ലാടും ഉടാടി വന്നതാ, ലോകരെല്ലാരും ഞാൻ പാട്ടിലാണ്. ലോകം വിറച്ചു നടുങ്ങിടുമ്പോൾ ലോകത്തെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു. രാജാക്കന്മാരെല്ലാം മുട്ടുകുത്തി, രാജപ്രജയും ഉണങ്ങിയിരുന്നു. മന്ത്രിക്കസേരയും ഇളകിടുന്നു, മാനവരാശികൾ വീണിടുന്നു. ഫോണുകളെല്ലാം ചലിച്ചിടുന്നു, ഫോണിലുടനുടെ വാർത്ത പറഞ്ഞിടുന്നു. നാട്ടാരെല്ലാം കേട്ടിടുന്നു, നാടും നടുങ്ങി വിറച്ചിടുന്നു. ടിവിയും പേപ്പറും എന്നുടെ വാർത്തകൾ സീറ്റൊഴിയാതെ പറഞ്ഞിടുന്നു. മറുനാട്ടിൽ നിന്നുള്ള വാർത്തകൾ കേട്ട് മാറിടന്നു പിളർന്നിടുന്നു. മരുന്നുകളൊന്നുമേ കണ്ടെത്തിയില്ല മാനവരാശിയെ രക്ഷിച്ചിടാൻ. മാറിയും നീറിയും നിന്നിടുമ്പോൾ മാനവരാശികൾ തത്തൊടുങ്ങി. അന്യദേശത്തു കുടുങ്ങിയ മക്കൾ ആദിയറിവുകളെത്തിടുവാൻ നാടിനെ ഓർത്ത് നാട്ടാരെ ഓർത്തു നാടുപാടും വിലപിച്ചോടിടുന്നു. ഭരണകർത്താക്കൾ പാലിച്ച സ്വത്തെ സ്വത്തരാടുന്നു. പാകം പിടിച്ചവർ തമ്മിലടിച്ചു, പാകം കുറഞ്ഞവർ തമ്മിൽ പിണങ്ങി. ഭരണകർത്താക്കൾ രോഗം നിവർത്തിക്കായി ലോക്ക്ഡൗൺ കൊണ്ടു നിവർത്തി ഭൂമിയിൽ. 1, 2, 3 പോരാ, 4 വിധത്തിൽ വന്നു. അതിഥികൾ വഴിയിൽ മരിച്ചു വീഴുമ്പോൾ ആദിത്യനവരെ തഴുകുന്നു. അന്തിയുറങ്ങാനിടമില്ലാതെ ആദിയാൽ നിൽക്കുന്നൊരു കൂട്ടർ. യോഗം വിധത്ത നാടുകളെല്ലാം തോണുകളായി മാറിയിടുന്നു. ലോകത്തിൻ്റെ രീതികൾ കണ്ട് തോണുകൾ പലതായി മാറിയിടുന്നു. കുഞ്ഞിന് കുരുവായി നിന്നിടുമ്പോൾ വൻചുഴലി കാറ്റു വന്നേ വല്ലനമൊക്കെ കടപിടക്കി ഊരുന്നവർക്കത പാടുന്നു. ലോകം വിറപ്പിച്ച ഭരണകർത്താക്കൾ ലോകമഴയോ വിറച്ചിടുന്നു. ആയുധമൊന്നുമേ പറ്റില്ല വീഴ്ത്തുവാൻ, ആധുനിക വൈദ്യശാസ്ത്രം വളരണം. ലോക്ക്ഡൗൺ ആയി കഴിയുമ്പോൾ ലോകശുദ്ധമായി മാറുന്നു. വാഹനപ്പുകയും ശബ്ദവുമെല്ലാം മാലിന്യവും വാതിലടച്ചു വനം തെളിയുന്നു. ക്വാറന്റീനിലിരിക്കുമ്പോൾ കോവിഡ് ദൂരെ പോകുന്നു. കോപത്തിൻ്റെ തീനാളം കൂട്ടിലമർന്നുമായിരുന്നു. പഞ്ചനക്ഷത്ര പാതകളിൻ്റെ നെഞ്ചിലെത്തി നടന്നിരുന്നു. വഞ്ചകനാകുന്ന കോവിഡിൻ്റെ നെഞ്ചു തകർക്കാൻ കഴിയില്ല. മാസ്ക് ധരിച്ചും കൈകൾ കഴുകിയും സാനിറ്റൈസർ ചിലവുമായി പൊതുജന മധ്യത്തിൽ അകലം പാലിച്ചു
പരിശോധനകൾ കൂടുമ്പോൾ പാടെ കൂടും രോഗികളുടെ എണ്ണം. പരിശോധനകൾ നടന്നില്ലെങ്കിൽ പാടെ മറിയും കേരള മണ്ണ്. കേരള മണ്ണിൽ മുൻപന്തിയിൽ കാസർഗോഡും കണ്ണൂരും പാലക്കാടും മലപ്പുറവും അടുത്തപടിയായി നിൽക്കുന്നു. കൊറോണയുടെ നാടിൻ കയ്യോ രാഷ്ട്രീയക്കാർ കലഹിക്കുന്നു. കൊറോണ തക്കം കണ്ടിട്ട് കോവിഡിനുമെന്തേക്കുന്നു. ട്രെയിനുകൾ ചീറി അണയുമ്പോൾ ഊകി വിളിക്കുമെന്നുള്ളം സോദരഞ്ഞു പങ്കിടിൽ ശോഭിതമാകുമോ ജീവിതവും. പ്ലെയിനുകൾ ഭൂമിയിൽ താഴുമ്പോൾ പ്രവാസികളെത്തിയണയുമ്പോൾ ക്വാറന്റീനും വേട്ടയും കൃത്യമായി പാലിച്ചിടണം. ലോക്ക്ഡൗണായി കഴിയുമ്പോൾ ആപ്പുകൾ തേടി ഒരു കൂട്ടർ ആപ്പുകൾക്കായി ചർച്ചകൾ കൂടി ആപ്പായി മാറി അക്കൂട്ടർ. ഇസ്രായേലിൻ പാലായനം ഓർമ്മിപ്പിക്കുന്ന അതിഥികളാത്ര. ഇസ്രായേലോ 40 വർഷം, അതിഥികൾ 4 ദിനം മാത്രം. നാട്ടാരെല്ലാം ചൊല്ലുന്നു, നാടുനില പറഞ്ഞോടുന്നു. സമൂഹയാപനം വന്നുപോയി, സാധ്യമായതെല്ലാം ചെയ്യണം. മെഡിക്കൽ ബോർഡിന് സല്യൂട്ട്, ഡോക്ടർമാർക്കും സല്യൂട്ട്. മെഡിക്കൽ ബോർഡിന് സല്യൂട്ട്, ഡോക്ടർമാർക്കും സല്യൂട്ട്. നേഴ്സുമാർക്കും സല്യൂട്ട്. സേവനമന്മിക്കായി 1000 സല്യൂട്ട്. നേഴ്സുമാർക്കും സല്യൂട്ട്. സേവനമന്മിക്കായി 1000 സല്യൂട്ട്. പോലീസ് ഓഫീസിനും സല്യൂട്ട്. പോലീസന്മാർക്കും സല്യൂട്ട്. പോലീസ് ഓഫീസിനും സല്യൂട്ട്. പോലീസന്മാർക്കും സല്യൂട്ട്. ജനനന്മയ്ക്കായി രാവും പകലും സേവനം ചെയ്യുന്ന സേവകന്മാർക്കും 1000 സല്യൂട്ട്. ജനനന്മയ്ക്കായി രാവും പകലും സേവനം ചെയ്യുന്ന സേവകന്മാർക്കും 1000 സല്യൂട്ട്. ഇത് കോവിഡിന്റെ 1ാം ഘട്ടം രോഗത്തെക്കുറിച്ചുള്ള വിവരണവും അന്ന് നടന്ന കാര്യങ്ങളും. ഇനി 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാണ്. സൂപ്പർവ്യാപനം പടരാതിരിക്കാൻ സൂക്ഷിച്ചു നിർത്തുക മധ്യജനമേ. ജാഗ്രതയല്ലാതെ മറ്റൊന്നുമില്ല വ്യാപന രോഗത്തെ നേരിടുക. മത്സ്യചന്തയും മലക്കറിച്ചന്തയും മാറ്റി നിർത്താൻ നിനക്കാവുമോ കോവിഡ്? മാനവരാശിയെ മാടി പിടിക്കുന്ന മാറ്റുലകമല്ലോ അത് നിന്റെ മുൻപിൽ. ഓരോ ദിവസവും നമ്മെ ഉയർന്നാൽ ഓടിക്കാൻ പറ്റുമോ കോവിഡ്? ഓമനക്കുഞ്ഞിനും കോവിഡ് വന്നാലൊട്ടും പിടിക്കണം നമ്മളൊന്നായി. സമൂഹവ്യാപനം വന്നെന്നൊരു കൂട്ടർ, സമൂഹവ്യാപനം അല്ലെന്നൊരു കൂട്ടർ. സമ്പർക്കവ്യാപനം തന്നെയെന്നു ശാന്തമായി ചിന്തിച്ചു ശാന്തിയാകാം. ഉറവിടമില്ലാത്ത കോവിഡ് ഈ ഉറ്റവരെ കൂടെ മാറ്റിയെടുത്തു. കണ്ണാടി വെച്ച് ഞാൻ നോക്കിടുമ്പോൾ കണ്ണില്ല നിന്റെ പാതകളൊന്നും. കേരള മണ്ണിനെ ഇത്രമാത്രം കേടിയുറപ്പിച്ചതാണ് ദൈവം. കേടുകൂടാതെ പാലിച്ചിടാൻ കേടുപിടിക്കുക ദൈവത്തെ നാം. മരണം വിതയ്ക്കുവാൻ വന്നതാണോ നീ? മാറ്റുരയ്ക്കുവാൻ വന്നതാണോ നീ? മാടം നീറി വിറയ്ക്കുമ്പോൾ നീ മാറി പുഞ്ചിരിച്ചു. തീരമ തേടി വന്നതാണോ നീ? തീരമായി വന്നതാണോ? തീരദേശത്തു വസിക്കുന്ന ഭാവങ്ങൾ തീച്ചുളരായി നേരിടുമ്പോൾ കപ്പലും വഞ്ചിയും വള്ളവുമെല്ലാം ബോട്ടുകളാക്കി യാത്ര ചെയ്തു. മാനവരാശിയെ വിട്ടിടുവാൻ, മാനവരാശിയെ വിട്ടിടുവാൻ. ഉദ്യോഗത്തിന് വിട്ടിടുമ്പോൾ ഉദ്യമങ്ങനെ മുന്നോട്ട് പോകും. ഇന്നെന്റെ എത്തിക്കാൻ വന്നതാണോ? ഭൂക്കോടടിക്കണം നിന്റെ മാറി. തിരുവനന്തപുരം ബസ്റ്റായി സൂപ്പർ സ്പ്രെഡിൽ കൂടെയുണ്ട് എറണാകുളം കൊല്ലവും. തീരെ മാറി നിന്നില്ല പാലക്കാടും തൃശ്ശൂരും. ക്ലീൻകാല ഇന്ത്യയിൽ നിന്ന് തല്ലാവത്താൽ രോഗം പകർന്നു. പട്ടിണിയായാൽ വീട്ടിൽ കിടന്നാൽ മാനവസ്ഥാനവും നഷ്ടമായില്ല. വിദേശ
വിദേശത്തിന്റെ മണ്ണും മാറും നിന്റെ മണ്ണിൽ തളിച്ചു വളർന്നു വന്മരമായി കളഞ്ഞിടുമ്പോൾ മരണത്തിൻ്റെ ആമിയന്നു ഓണമരങ്ങൾ കണ്ടു നീ ഓടി ഒളിക്കുമെന്നു ഞാൻ ഓണത്തന്റെ ഓണത്തിലും വന്നിരുന്നു നീ ഈ ഓമന നാടിനെ മറ്റു ഉപ്പേരി പപ്പടം വേണ്ട നിനക്ക് പച്ചക്കറിയും വേണ്ട നിനക്ക് ഊണൊരുക്കും മാനവന്റെ മാംസം ഞാൻ വന്നതാണോ 6-7 ആയിരങ്ങൾ കവിഞ്ഞു പോയിടുമ്പോൾ ആദ്യമായി എൻ്റെ ഉള്ളം ആലോചനയാൽ നീരിടുന്നു ഭരണകർത്താക്കൾ കണ്ണടച്ചു പാടിയോട്ട് നീരിടുന്നു ഭരണമൊന്നുമേ കഴിക്കുന്നില്ല കോവിഡിനെ ജയിച്ചിടുക 10,000 കടന്നു പറ്റി വിടക്കുന്ന പാമ്പാണ് കോവിഡ് പറ്റി വിടത്തി നാടുമ്പോൾ പാടവീഴും മനുഷ്യവർക്കും ആയിടുമ്പോൾ നടന്നിടുമ്പോൾ എല്ലാം മറന്നും ചെയ്തിടത്തെ എത്തിപ്പിടിക്കാം മൂന്നംഗ കോവിഡും വന്നിടുമ്പോൾ ഉന്നൽക്കം കുട്ടിയല്ല ഒന്ന് കൂടും ഒന്ന് താഴും ഓരോ ദിവസവും നമ്മളുകൾ കച്ചേരി വരണ്ട കേറിയിറങ്ങി കളനി കൊഴഞ്ഞി ഓടി നടന്നു കള്ളം ചെയ്യും കള്ളനെക്കാളും കാപട്യവനാണ് കോവിഡി ആശുപത്രി വരാതെ കയറിയിറങ്ങുമ്പോൾ ആദ്യം പിടിച്ചു നീ നിന്നിടല്ലേ ആയുസ് തന്ന ദൈവത്തെ ഓർത്ത് ആദ്യകാലം നീ നിന്നിടുക ഏകാന്തതയിൽ നീ നിന്നിടുമ്പോൾ ഏകനായി നിന്നും നടന്നിടുമ്പോൾ എല്ലാം മറന്നൊന്നും ചെയ്തിടല്ലേ എത്തിപ്പിടിക്കാം നിന്നായിസിനെ ഏകാന്തതയിൽ നീ നിന്നിടുമ്പോൾ ഏകനായി നിന്നും നടന്നിടുമ്പോൾ എല്ലാം മറന്നൊന്നും ചെയ്തിടല്ലേ എത്തിപ്പിടിക്കാം നിന്നായിസിനെ. ദൈവം ടീച്ചർക്ക് നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളാണ് ടീച്ചറിന് വ്യത്യസ്തയാകുന്നത്. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കവിതയുടെ ചിന്തകൾ മനുഷ്യൻ്റെ എല്ലാ സമസ്ത മേഖലകളെയും പരാമർശിച്ചുകൊണ്ട് വളരെ വിശാലമായ ഒരു കവിത നമുക്ക് വേണ്ടി കോവിഡ് എന്ന മഹാവ്യാധിയെക്കുറിച്ച് നമുക്ക് നൽകിയ യേശുവിന് നന്ദി അറിയിക്കുന്നു. കോവിഡ്-19 അപ്രതീക്ഷിതമായി വന്ന ഒരു അതിഥിയാണ്. അത് വന്നപ്പോൾ എല്ലാവരും തമാശിക്കുന്ന പറഞ്ഞു ഇത് ചൈനയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഒരു മാസം കൂടുതൽ നിൽക്കില്ല. കാരണം ചൈനയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, അതുകൊണ്ട് ഇത് നിലനിൽക്കില്ല, പെട്ടെന്ന് പോകും എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ഹാസ്യമായിട്ട് അതിൽ പറയുന്നത്. എന്നാൽ ദൈവം ഈ ലോകത്തയച്ച ഒരു മഹാവ്യാധിയാണ് എന്നുള്ളത് ഈ നാടുകളിൽ നാം തിരിച്ചറിഞ്ഞിരിക്കുന്ന കാലമാണ്. നേരത്തെ ലോകത്തിൻ്റെ എല്ലാ മേഖലകളെയും പിടിച്ചു വച്ച ജീവിതത്തെയും മാറ്റിമറിച്ച ഒരു വ്യാധി നേരിട്ടുള്ള നന്ദി സ്നേഹവും ഇപ്പോൾ സഭയുടെ ശ്രീ സെക്രട്ടറിയോടും അറിയിക്കും. സ്നേഹവാനും പരിശുദ്ധമായ മഹായുള്ള ശ്രീജോസഫിൻ്റെ കുടുംബവാര ഞായറാഴ്ചയായി ഈ ദിനം ഞങ്ങൾക്ക് ആഘോഷിക്കുവാനും ആരാധിക്കുവാനും അവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്നു. ശ്രീജനമാറ്റത്തിൻ്റെ വാക്കാക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ വർഷത്തെ ചിന്തകളും ധ്യാനങ്ങളുമൊക്കെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കും ഞങ്ങളുടെ സഭാ ജീവിതങ്ങൾക്കും അത് വലിയ ചിന്തകളിലൂടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മഹായുടെ വകയുടെ ശ്രീ സെക്രട്ടറി പ്രസിഡന്റ് ബിഷപ്പുകളെ പ്രാർത്ഥിക്കുന്നു.
എല്ലാ ഇടവകയിലെ കർത്താവെ സ്ത്രീശക്തിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കോവിഡ്-19 എന്ന മഹാവ്യാധിയായ മുൻ വർഷങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നതുപോലെ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എങ്കിലും അവരവിടുന്നായിട്ട് പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഒക്കെ നിങ്ങൾക്ക് തന്ന ഭാഗ്യത്തെയും അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്ക് ഇത്തരത്തിൽ ആരാധന കൊണ്ടുപോകാൻ കർത്താവ് സഹായിച്ചത് സ്തോത്രം. കടന്നു വന്ന ആരാധനയെ സംബന്ധിച്ച എല്ലാവരുടെയും ഞങ്ങളുടെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ പ്രിയമുള്ള മക്കളെയും ഏൽപ്പിക്കുന്നു. ദൈവം അവർ കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ആരാധനയെ ഞാൻ അനുഭവിച്ച ദൈവങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവ്. പ്രത്യേകിച്ച് ഞാൻ ശുശ്രൂഷിച്ച പ്രിയമുള്ള ആവശ്യമൊക്കെയായി പ്രാർത്ഥിക്കുന്നു. മറ്റേ ഭാഗങ്ങളിലേക്ക് നടത്തി എല്ലാവരും ദൈവം അനുഗ്രഹിച്ചുള്ളൂ. വീഴ്ചകളൊന്നും കൂടാതെ പിഴകളൊന്നും സംഭവിക്കാതെ കർത്താവെ സമർപ്പിച്ച് ഈ ആരാധന സ്വീകരിക്കാതെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് പ്രവാസികൾ മുന്നോട്ട് ശ്രമിച്ച് ഇതിന് മൊത്തമായി അധികമായി ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇവിടെ കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി കവിത രചിച്ച പ്രിയമുള്ള ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കരുത്. ദൈവമാതാവിന് ദൈവത്തിലുള്ള ദർശനങ്ങൾ കൊടുത്ത് ആരോഗ്യം കൊടുത്ത് പ്രതികരിക്കുന്ന സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ സഭയിൽ എല്ലാ ജനങ്ങളോർക്ക് പ്രത്യേകിച്ച് കിടക്കിലായിരിക്കുന്ന അമ്മമാരോട് അച്ഛന്മാരുടെ പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹിക്കണമേ. രോഗത്തിൻ്റെ വേദനയിൽ ഭാരം ലഭിക്കുന്നവർക്ക് ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്വാഗതം. പ്രത്യേകിച്ച് ദൈവമേ സഹായിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർക്കുന്നു. രോഗികളായിരിക്കുന്നുണ്ട് യുവതിവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മത്തോളം അനന്തരീക്ഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ അവരുടെ കാര്യങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങൾ പ്രാർത്ഥന സ്തോത്രം. ഇപ്പോഴാണ് ഞങ്ങൾ തിരിഞ്ഞു കർത്താവ് ഒരുമിച്ച് കൂടി വരുമ്പോൾ അവിടുത്തെ കൃപയും ഞങ്ങൾ എല്ലാവരെയും സംരക്ഷിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവമേ ആമേൻ. വിശ്വാസത്തെ നമുക്ക് ആശീർവാദം സ്വീകരിക്കുന്നു. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവസമാധാനം നിങ്ങളുടെ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന ഈ ആരാധനയോടും ആരാധന സംബന്ധിച്ച് കടന്നുപോകുന്ന എല്ലാ ദൈവത്തോടും നിങ്ങളുടെ സഭാവിശ്വാസ സമൂഹത്തോടും തിരിച്ചറിവുകളെല്ലാ പ്രവർത്തനങ്ങളോടും ഇന്നേക്കും കൂടിയിരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.